പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമത്തിൽ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ചെറിയ മെസ്സേജ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവാത്മാവ് തന്നൊരു ചിന്തയാണ്. നമുക്ക് ആത്മീകമായൊരു വിശപ്പുണ്ടായിരിക്കണം. നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ ദൈവവചനത്തോടും ആത്മീകമായ അനുഭവങ്ങളോടുമുള്ള വിശപ്പ് നാം തിരിച്ചറിയണം. ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വിശ്വാസികളായിട്ടിരിക്കുന്ന പലർക്കും അങ്ങനത്തെ ഒരു സാഹചര്യത്തെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുമ്പോൾ, ഈ അന്ത്യകാലത്തിൻ്റെ ഉണർവിൽ എത്തി നിൽക്കുന്ന, കർത്താവിൻ്റെ വരവിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു തലമുറയോട് എനിക്ക് പറയാനുള്ളത്, പ്രിയ ദൈവ പൈതലേ, നിങ്ങളുടെ അകത്തുള്ള ആത്മീക മനുഷ്യൻ്റെ ദൈവവചനത്തെക്കുറിച്ചുള്ള, ദൈവവചനത്തിന് വേണ്ടിയുള്ള വിശപ്പ്, കർത്താവിനെ ആരാധിക്കുവാനുള്ള ആ കൊതി, ആത്മീക കൂട്ടായ്മകളെ അലക്ഷ്യമാകാതിരിക്കുവാനുള്ള മുന്നറിയിപ്പുകൾ, ഇവയെല്ലാം നിങ്ങൾ തിരിച്ചറിയണം. ആത്മീക അന്ധത പിടിച്ച ഒരു കൂട്ടത്തെ ദൈവം നോക്കുന്നില്ല. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും മതപരമായ ചിന്തകളും തത്വശാസ്ത്രങ്ങളും നമ്മുടെ ജീവിതത്തെ പിടിച്ചു മുറുക്കി വല്ലാത്തൊരു രീതിയിൽ കൊണ്ടുപോയിരുന്ന സാഹചര്യത്തിൽ നിന്നുമാണ് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക്, അവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മുടെ കർത്താവ് തൻ്റെ സ്വന്തം ജീവനും രക്തവും നൽകി നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട നാം, കർത്താവ് മുൻപോട്ട് ഭാവി കാലങ്ങളിൽ ചെയ്യുവാനിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ പദ്ധതികളെ തൻ്റെ മക്കൾ തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുക. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ കർത്താവിനോട് ചേർന്നിരിക്കുവാനുള്ള ഒരു ആഗ്രഹത്തെ നിങ്ങൾ തിരിച്ചറിയണം. ദൈവവചനം കേൾക്കുവാനുള്ള വിശപ്പ് നിങ്ങൾ തിരിച്ചറിയണം. ഈ ദിവസങ്ങളിൽ ഏതെങ്കിലും ഇടത്തു നിന്ന് നിങ്ങൾ പിൻപിലേക്കാണ് വരുന്നതെങ്കിൽ, കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വീണ്ടും പ്രബോധിപ്പിക്കുകയാണ്. നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ശക്തിയെ നിങ്ങൾ ബലപ്പെടുത്തണം. പ്രാർത്ഥന കൊണ്ട്, ദൈവവചനം കൊണ്ട്, അന്യഭാഷ കൊണ്ട്, ആത്മീകമായ സകലവിധ കൂട്ടായ്മകളും കൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യൻ്റെ വിശപ്പിനെ തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ വേലയിൽ അത് ശക്തിയോടെ ഉപയോഗിക്കപ്പെടുവാൻ ഒരു വലിയ ആഗ്രഹം, വലിയൊരു തീക്ഷ്ണത, അങ്ങനെയൊരു മനോഭാവം നിങ്ങൾക്കുണ്ടാകട്ടെ. കാലം കഴിയുന്തോറും കർത്താവിൻ്റെ വരവേറ്റം അടുത്തിരിക്കുന്നത് കൊണ്ട് അനേകർക്ക് വേണ്ടി നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ച ആത്മീക ശുശ്രൂഷകളും വചന വെളിപ്പാടുകളും സ്വർഗത്തിൻ്റെ ഇഷ്ടങ്ങളും അനേകർക്ക് വേണ്ടി കൊടുക്കുവാൻ നിങ്ങളെ ദൈവം ധാരാളമായിട്ട് ഉപയോഗിക്കട്ടെ. അതിനുവേണ്ടി ദൈവം നിങ്ങളെ അതിശക്തിയോടെ പുറത്തു കൊണ്ടുവരട്ടെ. ഒരിക്കൽ കൂടി പറയാം, നിങ്ങളുടെ അകത്തെ മനുഷ്യൻ്റെ ആത്മീകമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള വിശപ്പ് തിരിച്ചറിയുക, ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരാവുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.